ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം കൃതിയിൽ തന്നെ ചെയ്യുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചുരിദാർ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒരു ലൈൻ ആയിട്ട് തയ്ച്ച് വെച്ചിട്ടുള്ള ഒരു കൃതിയാണിത്. അതിനുശേഷം നമ്മളിതിൻ്റെ ഒരു യോക്ക് പാർട്ടിലേക്ക്, അതായത് സെൻറ്റർ യോക്ക് പാർട്ടിൽ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാർ ഇതുപോലെ നന്നായിട്ടൊന്ന് നോർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ലൈനിങ്ങിൻ്റെയും നമ്മുടെ ഫെയർ ക്ലോത്തിൻ്റെയും കൂടെ ഇടയിലായിട്ടാണ് നമ്മുടെ ഹൂപ്പിൻ്റെ ഒരു റൗണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ താഴത്തെ റൗണ്ടാണ് ആദ്യമേ അതിൻ്റെ അടിയിൽ വെച്ചിരുന്നത്. അതിനുശേഷം നമ്മളത് ലോക്ക് ചെയ്യുന്ന റൗണ്ട് ഇതുപോലെ മേളിൽ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് കാര്യം, അതായത് നമ്മൾ ആ ചെയ്തേക്കുന്ന ഡിസൈനൊന്നും നമ്മുടെ ദേഹത്ത് കൊള്ളില്ല. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഉള്ളിലാകുമ്പോൾ അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഹൂപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കണം നമ്മുടെ ക്ലോത്ത്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈൻ അതേ രീതിയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഡിസൈൻ ലൂസായി പോകും. അപ്പോൾ നമ്മുടെ ഹൂപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലൂസായി പോകുന്നത് കൊണ്ടാണ്, അതായത് ഹൂപ്പിൽ ക്ലോത്ത് വയ്ക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ അതനുസരിച്ചിട്ട് ലൂസാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഞാനിപ്പം ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഹൂപ്പാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മളിപ്പം സാധാരണ ക്ലോത്തൊക്കെ അളക്കുന്ന ഈ ഒരു ടേപ്പ് ഉണ്ടല്ലോ, അത് തന്നെ യൂസ് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു, അതായത് നേരെയും, അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മളിതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സെൻറ്ററിൽ നമുക്കൊരു ചെറിയൊരു റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ബീഡ്സാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് റൗണ്ടിലേക്ക് വന്നോളൂ. സെൻറ്ററിൽ വെക്കുന്ന ബീഡ് മാത്രം കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചുറ്റും ബീഡ്സ് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നോളൂ കേട്ടോ. ഇനി നമ്മൾ കംപ്ലീറ്റ് പാറ്റേൺ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. കംപ്ലീറ്റ് പാറ്റേൺ ഇനി വരച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ആദ്യമേ 4 സൈഡുകളിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പാറ്റേൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു 4 ലൈനുകൾ ഇതേ രീതിയിൽ ചെറുതായിട്ട് വളഞ്ഞു വരുന്ന രീതിയിൽ അങ്ങ് വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ആ 4 ലൈനിൻ്റെ ഇടയിലൂടെ വീണ്ടും 4 ലൈൻസ് നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. ടോട്ടൽ 4 ലൈൻസ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് വീണ്ടും ഇതുപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, സിമ്പിൾ പാറ്റേൺ ആണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ സ്റ്റെം പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ അഡീഷണൽ സ്റ്റെമ്മും കൂടെ വരച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഒന്നിടവിട്ട് വരുന്ന ഈ ഒരു സ്റ്റെമ്മുകളിലേക്ക് നമ്മളിതുപോലെ ജസ്റ്റ് 3 മാർക്കിങ് ഡോട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഇത്രയും പാറ്റേൺ അല്ലാത്ത ബാക്കി കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ലീഫ് പാറ്റേൺ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കറക്റ്റ് ആ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലീഫ് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലീഫ് വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ എല്ലാ സ്റ്റെമ്മിലും നമ്മൾ വരച്ച് കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് സ്റ്റെമ്മിലും നമുക്ക് ലീഫ് വരുന്നുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഒരിടത്ത് ഗ്യാപ്പ് വരാൻ പാടില്ല, മറ്റൊരിടത്ത് അതായത് തിങ്ങി നിൽക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ വേണം ഇത് വരച്ച് കൊടുക്കാനായിട്ട്. ഒരു സ്റ്റെമ്മിൻ്റെ ലീഫ് കംപ്ലീറ്റ് അങ്ങ് വരച്ചതിന് ശേഷം അടുത്തത് വരയ്ക്കാൻ നിൽക്കേണ്ട. നമ്മൾ 2 സ്റ്റെമ്മിൻ്റെ ലീഫുകൾ ഒന്നിച്ചൊന്നിച്ച് വരച്ച് പോകുക. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ലീഫിൻ്റെ ആ ഒരു എന്താ പറയുക, ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമുക്ക് എല്ലാ സ്റ്റെമ്മുകളിലും ലീഫ് വരികയും ചെയ്യും. അപ്പം ഒരു സ്റ്റെമ്മിൽ ലീഫ് ഇല്ലാതെയും മറ്റൊരു സ്റ്റെമ്മ് നിറച്ച് ലീഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും വൃത്തികേടാവില്ലേ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ വരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് പെൻസിലും യൂസ് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ ക്ലോത്തിൽ വരയ്ക്കുന്ന ചോക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾക്കത് മായ്ച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഡിസൈൻ സ്കെച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയാവും, നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പാറ്റേൺ അതായത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ യൂസ് ചെയ്യണത്, മെയിനായിട്ടും യൂസ് ചെയ്യണത് ഇതുപോലെ ആൻറ്റിക് ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം അതേ ഷെയ്ഡ് വരുന്നൊരു റൗണ്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കണേ. അതേപോലെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ത്രെഡിൻ്റെ കളർ, നമ്മൾ ഏത് കളറാണോ ക്ലോത്ത് എടുത്തേക്കുന്നത് സെയിം കളർ തന്നെ ത്രെഡ് എടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. സാധാരണ സ്റ്റിച്ചിങ് ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ
നമ്മൾ ഏറ്റവും സെൻറ്ററിൽ നമ്മൾ കുറച്ച് വലുപ്പമുള്ള ബീഡ്സാണ് ഇപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. റൗണ്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ മുന്നുള്ള വീഡിയോസിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റൗണ്ട് ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 തവണ സ്റ്റിച്ച് ചെയ്ത് സെക്യൂറാക്കി കൊടുക്കണം കേട്ടോ. 2 കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഏറ്റവും നന്നായിട്ട് സെക്യൂറായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഫെയർ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിൻ്റെ ഔട്ടർ ലെയർ ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഔട്ടർ ലെയർ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഒന്നിച്ച് ബീഡ്സ് കോർത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ബീഡായതുകൊണ്ട് നമുക്കൊരു 6 ബീഡ് മതിയാവും. അപ്പോൾ നിങ്ങൾ വെച്ച് കൊടുക്കുന്ന ബീഡിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ പുറത്തേക്ക് വരുന്ന ബീഡിൻ്റെ വലിപ്പം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കറക്റ്റ് ആ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്, ഒട്ടും ഗ്യാപ്പ് വരാണ്ട്. അപ്പോൾ അത് അതേ രീതിയിൽ തന്നെ കുത്തി കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പം വലിയ ബീഡാണല്ലോ നമ്മൾ വെച്ചത്, അതുകൊണ്ട് എല്ലാ ബീഡ്സിൻ്റെയും ഇടയിലൂടെ ഇത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മളിത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ 4 സൈഡിൽ അല്ലെങ്കിൽ 5 സൈഡിലൊക്കെ ആയിരുന്നു ലോക്ക് ചെയ്ത് കൊടുക്കണേ അല്ലേ. ഇപ്പം ഞാനിത് എല്ലാ ബീഡ്സിൻ്റെ ഇടയിലൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഫെയർ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല സെക്യൂറായിട്ട് തന്നെ അവിടെ നിന്നോളും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ചിൽ ഞാൻ കട്ട് ബീഡ്സ് ഇട്ടിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കുന്നത്. എല്ലാ ഫുൾ സ്റ്റെമ്മും നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ആകുമ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്ഷനിൽ തന്നെ ആരി വർക്കിൻ്റെ ആ ഒരു ലുക്കിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുതന്നെയല്ല, ബാക്ക് സ്റ്റിച്ച് ആകുമ്പോൾ കുറച്ചുകൂടെ ബീഡ് സെക്യൂർ ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം, ചെയ്യാത്തവരുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് കുറച്ചേറെ സമയം വേണ്ടി വരും, കാരണം നമ്മൾ ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേറെ സമയം തന്നെ വേണ്ടി വരും. പക്ഷേ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ എൻ്റെ വർക്കിൻ്റെ ഔട്ട്ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ നോർമൽ നീഡിലുകൊണ്ട് ചെയ്തതാണെന്ന് ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കംപ്ലീറ്റ് ആരി വർക്കിൻ്റെ പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാനിപ്പം മുന്നുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റെമ്മ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ലീഫും ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെയറായിട്ട് വരുന്ന ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. 3 ബീഡ്സ് വെച്ചിട്ട് 3 ലെയറുകളായിട്ട് ചെയ്യുന്ന ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ആ ഒരു ലീഫിൻ്റെ ഡിസൈനും കൂടി ഈ ഒപ്പം ഒന്ന് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റെമ്മ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലീഫും കൂടെ ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി സമയം ലാഭിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യപ്രദം അനുസരിച്ചിട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ കംപ്ലീറ്റ് സ്റ്റെമ്മ് ഫില്ല് ചെയ്തതിന് ശേഷം ലീഫ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണെങ്കിലും ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റിച്ചിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സ്റ്റെം പാറ്റേണും 3 ലെയറുകളായിട്ട് വരുന്ന രീതിയിൽ ലീഫ് പാറ്റേണും കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അത്രേ ഉള്ളൂ, വേറെ അഡീഷണൽ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും വലിച്ചു നീട്ടി ഇന്ന് കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ കാണിച്ച പോലെ ഒന്നിടവിട്ട് വരുന്നിടത്ത് നമ്മൾ 3 ബീഡ്സും, അതായത് റൗണ്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ സെൻറ്ററിൽ കാണിച്ചു തന്നില്ലേ, അതേ രീതിയിൽ തന്നെ നമ്മൾ 2 തവണ സ്റ്റിച്ച് ചെയ്ത് സെക്യൂറാക്കി കൊടുത്ത് 3 ബീഡുകൾ സിംഗിളായിട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ അതായത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഔട്ട്ലുക്കാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സിന് പകരം വേറെ ഏത് കളർ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെയും നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.